Hello guys, welcome to my channel. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലീഡ് മിനിമം കോസ്റ്റ് മൂവ് ഷിഫ്റ്റ് ടു ദി സെയിം പൊസിഷൻ. അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം. We have n chips where the position of the ith chip is position I. We need to move all the chips to the same position. In one step, we can change the position of the ith chip from position I to position I plus 2 or position I minus 2 with cost equal to 0. Or position I plus 1 or position I minus 1 with cost equal to 1. അതായത് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉള്ള എല്ലാ ചിപ്സും ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൽ രണ്ട് കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ 2 പ്ലേസസ് ആണ് മൂവ് ചെയ്യണമെങ്കിൽ either ഫോർവേഡ് ഓർ ബാക്ക്വേഡ് ആണെങ്കിൽ കോസ്റ്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പൊസിഷനാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ കോസ്റ്റ് 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ ആദ്യം നോക്കാം. എക്സാമ്പിളിൽ ആദ്യം ഓരോ ചിപ്സും ഫസ്റ്റ് പൊസിഷനിലുണ്ട്, സെക്കൻഡ് പൊസിഷനിലുണ്ട്, തേർഡ് പൊസിഷനിലുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോമൺ പൊസിഷനിലോട്ട് എല്ലാ ചിപ്സും കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3യിലുള്ളത് 1ലോട്ട് കൊണ്ടുവരും. 3യിലുള്ള 1ലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും കോസ്റ്റ് 0 ആണ്. കോസ്റ്റ് 0 ആണ്. ഇനി അടുത്ത 2യിലുള്ളത് 1ലോട്ട് കൊണ്ടുവരും. 1ലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ കോസ്റ്റ് 1 ആവും. അപ്പൊ ഔട്ട്പുട്ട് 1 ആവും. ഇനി അടുത്ത സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷനില് 3 ചിപ്സ് പൊസിഷൻ 2യിലാണ്, 2 2 2. 2 ചിപ്സ് 3ലാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ 3യിലുള്ള ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കോസ്റ്റ് 1 ആയിരിക്കും. അടുത്ത അവസാനത്തെ ചിപ്പ് മുകളിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും കോസ്റ്റ് 2 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ചെയ്യേണ്ട അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിലൊരു പറഞ്ഞിട്ടുണ്ട് 2 പൊസിഷൻ മൂവ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് എല്ലാ ഓഡ് പൊസിഷനുള്ളതും ഒരു കോമൺ പൊസിഷനിലോട്ട് കൊണ്ടുവരണമെന്നായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ 3യിലുള്ള 1ലോട്ട് വരാണെങ്കിൽ 0 ആണ്, കോസ്റ്റ് 0 ആണ്. അതേപോലെ തന്നെ ഇപ്പം 5 ഉണ്ടെങ്കിൽ 5ലുള്ള 3യിലോട്ട് വരും. 3യിലോട്ട് വരുമ്പോൾ അവിടെ കോസ്റ്റ് 0 ആണ്. 3യിലുള്ളത് വീണ്ടും 1ലോട്ട് വരും. അതേപോലെ തന്നെ ഇപ്പൊ 2, ഇപ്പൊ ഇവിടെ 3 പൊസിഷനേ ഉള്ളൂ. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. 4 ഉണ്ടെന്ന് വെച്ചാൽ 4 ഉള്ളത് 2യിലോട്ട് വരും. 6ലുള്ളത് 4ലോട്ട് വരും. 4ൽ നിന്ന് 2യിലോട്ട് വരും. അപ്പോഴേക്കും കോസ്റ്റ് 0 ആയിരിക്കും. അപ്പൊ എല്ലാ വാല്യൂസും എല്ലാ ഓഡ് വാല്യൂസും ഒരു കോമൺ പ്ലേസിൽ വരും. എല്ലാ ഈവൻ ഇതും ഒരു പ്ലേസിൽ വരും. എന്നിട്ട് ഇതിലെ ഏറ്റവും മിനിമം ചിപ്സ് എവിടെയാണെന്ന് നോക്കണം. ഓഡ് ചിപ്സ് ആണോ ഈവൻ ചിപ്സ് ആണോ ഏറ്റവും മിനിമം എന്ന് നോക്കാം. അപ്പൊ മിനിമം ഉള്ള ചിപ്സ് അല്ലേ നമുക്കൊരു മിനിമം നമ്പർ ഓഫ് ചിപ്സ് ആണ് നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇവർ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ദി മിനിമം കോസ്റ്റ് ടു മൂവ് ഓൾ ദി ചിപ്സ്. അപ്പൊ മാക്സിമം ചിപ്സ് ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും ചിപ്സ് നമുക്ക് മൂവ് ചെയ്യേണ്ടി വരില്ലേ. അപ്പം മിനിമം ചിപ്സ് ഏതാണോ, അപ്പൊ ഈവൻ ആണോ ഓടാണോ എന്ന് നോക്കും. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ കോഡിലോട്ട് കയറാം. കോഡിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇൻഡ് ഓഡ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഈവനും ഈക്വൽ ടു 0. ഫോർ ലൂപ്പ് ഇൻഡ് n ഇൻ പൊസിഷൻ. അപ്പം നമുക്ക് നോക്കേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് n മോഡുലസ് 2 ഈക്വൽ ടു 0, അതായത് നമ്മൾ ഈവൻ ആണോ ചെക്ക് ചെയ്യാൻ. ഈവൻ ആണെങ്കിൽ നമ്മൾ ഈവൻ ഇൻക്രിമെന്റ് ചെയ്യാം, ഈവൻ പ്ലസ് പ്ലസ്. എൽസ് ഓഡ് പ്ലസ് പ്ലസ്. ഇനി ഈവൻ ആണോ ഓഡാണോ ഇതിൽ ഏതാണ് ഏറ്റവും മിനിമം എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാത്ത് ഡോട്ട് മിൻ എന്ന് മെത്തേഡ് വിളിക്കും. അതില് നമ്മൾ ഓഡും പാസ് ചെയ്യാം, അതേപോലെ തന്നെ ഈവനും പാസ് ചെയ്യാം. ഇവിടെ റിട്ടേൺ ഉണ്ട്. റിട്ടേൺ
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 3 ടെസ്റ്റ് കേസസും അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് എല്ലാ ടെസ്റ്റ് കേസസും സക്സസ് ആണ്. അതേപോലെ തന്നെ റൺ ടൈം 100% ഉണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലത്തുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.